അന്നൊരു അവധി ദിവസമായിരുന്നു. രാവിലെ കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരി മാളൂട്ടി വീട്ടിൽ ഉണ്ടായിരുന്നു. മാളൂട്ടി എന്നത് ഒരു സാങ്കല്പിക പേരാണ്. അങ്ങനെ ഒരു പേരില്ല. ഞാൻ ഈ കഥ പറയുന്നതിന് വേണ്ടി, ഈ സംഭവം പറയുന്നതിന് വേണ്ടി ഇട്ട ഒരു പേരാണ്. അതിജീവിത എന്ന് പറയാം. പക്ഷേ ഒരു കൊച്ചുകുട്ടി എന്ത് അതിജീവിത? 7 വയസ്സ് പ്രായമുള്ള, 2 വയസ്സ് മാത്രം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. രാവിലെ അമ്മ ചെറിയ ജോലിക്ക് പോകുന്നവരാണ്, അച്ഛനും ജോലിക്ക് പോകുന്നവരാണ്. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മായിയപ്പൻ മിലിട്ടറിയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. മിലിട്ടറി കോട്ട ഉപയോഗിച്ച് മദ്യപിക്കുന്ന ആളുമാണ്. അല്ലാതെയും മദ്യപിക്കും. മദ്യപാനശീലമുണ്ട്. പതിവ് പോലെ ആ അവധി ദിവസവും അമ്മ കുഞ്ഞിനെ രാവിലെ കുളിപ്പിച്ച് പഠിക്കാനെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടാണ് അമ്മ പോകുന്നത്. ശരിക്കു പറഞ്ഞാൽ അമ്മ വൈകുന്നേരം വരുമ്പോൾ ആ മകൾ സാധാരണയായി പുറം കഴുകാറുണ്ട്. അമ്മയാണ് പുറം കഴുകിച്ചു കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അത് പല രൂപത്തിലാണ്. അന്ന് പക്ഷേ കുഞ്ഞിനെ പുറം കഴുകാൻ വിളിച്ചപ്പോൾ കുഞ്ഞ് ഒരു കാരണവശാലും വരുന്നില്ല. കുഞ്ഞ് വരുന്നില്ല. അമ്മയ്ക്ക് ടെൻഷനായി. എന്തേ ഇവൾ വരാത്തത്? ഇവളെ ഇനി ആരെങ്കിലും ഉപദ്രവിച്ചോ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കുളിക്കാൻ വന്നു. കുഞ്ഞിന് അമ്മയ്ക്ക് സംശയം ഉണ്ടാകരുതല്ലോ എന്ന് കരുതി കുഞ്ഞ് കുളിക്കാൻ പോയി. കുഞ്ഞിന് കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ വെള്ളമൊഴിക്കാനോ സോപ്പ് തേക്കാനോ ഒന്നും, കാലിൽ ഭാഗത്തൊന്നും തുടയുടെ ഭാഗത്തൊന്നും തൊടാൻ പോലും അമ്മയെ സമ്മതിക്കാതെ, പെൺകുട്ടിയാണ്, അമ്മയും സ്ത്രീയാണല്ലോ, സമ്മതിക്കാതെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മ വഴക്ക് പറയുന്നു. അവൾ കരയുന്നു. നടന്ന സംഭവമാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നെ ആരാണ് ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് നീറുന്നുണ്ട് അമ്മേ, അവിടെയെല്ലാം എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ചെറിയ മുറിവുണ്ടമ്മ, അമ്മ മരുന്ന് വെച്ച് തരണം, അതുകൊണ്ട് അമ്മ എന്നെ ആ ഭാഗത്തൊന്നും വെള്ളമൊഴിച്ച് കുളിപ്പിക്കണ്ട. അമ്മ ആകെ അങ്കലാപ്പിലായി. വയസ്സ് 7 ഉള്ളൂ കുഞ്ഞിന്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആരാണ് ഇവളെ ഉപദ്രവിച്ചത്? ഞാൻ പകൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസം ഇവിടെ ആക്കിയിട്ട് പോയപ്പോൾ അമ്മായിയപ്പൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ ആക്കിയിട്ട് പോയത്. അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ട്. കുഞ്ഞിന് 7 വയസ്സാണ് പ്രായം. എന്തു ചെയ്യണമെന്നല്ലാതെ അറിയാതെ അമ്മ വീണ്ടും ആ കുഞ്ഞിനെ ശകാരിക്കുകയാണ്. നീ കാര്യം പറയൂ. നീ വീണോ? മുറിവ് പറ്റിയോ? നീ ആരെങ്കിലും കളിച്ചോ? മറ്റാരെങ്കിലും നിന്നെ എന്തെങ്കിലും വെച്ച് ഇടിച്ചോ? മർമ്മസ്ഥാനത്ത് അങ്ങനെ ഇടിച്ചോ? വല്ല എന്തെങ്കിലും സംഭവിച്ചോ? ആ കുഞ്ഞ് പറഞ്ഞു, എന്നെ, പിന്നെ ബാക്കി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ആ കുഞ്ഞ് പറഞ്ഞു അമ്മയോട്. ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല എന്തൊക്കെ ചെയ്തു എന്ന്. ആ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു, ഉപദ്രവിക്കുകയായിരുന്നു. വളരെ വേദനയോടുകൂടി അമ്മ ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ ചോദിച്ചു, ആരാണിത് ചെയ്തത്? കുഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പൂപ്പനാണിത് ചെയ്തത്. അതായത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അല്ലെ അമ്മയുടെ അമ്മായിയപ്പൻ, മിലിട്ടറിയിലുള്ള കഥാപാത്രം, റിട്ടയർ ആയിട്ടുള്ള കഥാപാത്രം. പെട്ടെന്നൊരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അമ്മ ആ മകളുടെ വാ പൊത്തിപ്പിടിച്ചു. മക്കൾ ഇതാരോടും പറയരുത്. അപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അമ്മ പിന്നെന്തിനാ എന്നോട് ചോദിച്ചത്? ഞാനേ ഇതാരോടും പറയണ്ടാതിരുന്നു, അപ്പൂപ്പനായതുകൊണ്ട്. പിന്നെ അമ്മ എന്തിനാ എന്നോട് ചോദിച്ചത്? ഇനി അമ്മ ആരോടും പറയാതിരുന്നാൽ മതി. അമ്മയും മോളും തമ്മിൽ ഒത്തുതീർപ്പിലെത്തുന്നു. പക്ഷെ പിറ്റേ ദിവസം
അമ്മയ്ക്ക് സങ്കടം സഹിക്കാതെ അമ്മയുടെ കൂട്ടുകാരോട് പറയുന്നു. കൂട്ടുകാരത് ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ കുറേ പേരറിഞ്ഞ് ആണ് ഞാനും എൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നത്. വയോജനക്ഷേമ വകുപ്പ് ഉണ്ടാക്കുന്നുണ്ട് സർക്കാർ. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത്? ഇത് നടന്ന സംഭവമാണ്. അതിജീവിതയെ എനിക്കറിയാം, ആ കുട്ടിയെ അറിയാം, പറഞ്ഞപ്പോൾ അറിയാം, കുട്ടിയുടെ അമ്മയെ അറിയാം, അച്ഛനെ അറിയാം, കുടുംബം അറിയാം. പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും കാണുമ്പോൾ നമുക്കിത് അറിഞ്ഞതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? ഈ ഭാവിക്കലില്ലായ്മയും അറിഞ്ഞെന്ന് പുറത്തറിഞ്ഞാൽ കുഞ്ഞിനുണ്ടാകുന്ന ഭാവിക്കുണ്ടാകുന്ന പ്രശ്നവും ആ കുടുംബത്തിനുള്ള മാനഹാനിയും പിന്നെ മൊത്തത്തിൽ കൂട്ടക്കൊല നടക്കണ്ട, കൂട്ടക്കൊലപാതകവും കൂട്ടാത്മഹത്യ നടക്കണ്ട എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞും അച്ഛനും അമ്മയും കുടുംബവും ഇതെല്ലാം ഒളിച്ചു വയ്ക്കുന്നുണ്ട്. നൂറുകണക്കിന് വീടുകളിലാണ് കേരളത്തിൽ ഇത് സംഭവിക്കുന്നത്. വളരെ വേദനയുണ്ടാക്കുന്ന വിഷയമാണ്. വളരെ ജങ്ക് ഫുഡും കഴിച്ച് മദ്യവും കഴിച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള വീഡിയോകൾ കണ്ട് അതിവികലമായ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടല്ലേ 70 വയസ്സുകാരൻ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്, സ്വന്തം മകൻ്റെ മകളെ. എങ്ങനെയാണിത്? ആരോടാണ് നമ്മൾ കുറ്റം പറയുക? ഏത് പോപ്സോ കേസാണ് ഇതിലെടുക്കേണ്ടത്? ആരാണ് ഇവിടെ പ്രതി? ആ അമ്മായിയപ്പൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛൻ എത്ര ക്രൂരനാണ്! എങ്ങനെയാണ് നമ്മളൊരു സമൂഹത്തിൽ സാക്ഷരരാണെന്ന് പറയാൻ കഴിയുക? നമ്മൾ ലോക മാതൃകയാണ് പോലും. ലോകത്തിലെ ആളുകൾ വരൂ, നിങ്ങൾ കേരളത്തെ കണ്ട് പഠിക്കൂ എന്നാണ് നമ്മൾ പറയേണ്ടതെന്നാണ്. നമ്മൾ ആർക്ക് മാതൃക? വളരെ സങ്കടകരമായിട്ടുള്ള 10,000-കണക്കിന് കേസുകളാണ് ഇതുപോലെ കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന പുതിയ കഥകൾ വരുന്നത്. ഈ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, വീടുകളിൽ നിന്നാണ് ഈ കഥകൾ വരുന്നത്. മുത്തശ്ശൻ്റെ കൂടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്ന അമ്മമാരുടെ കാലം. ആൺകുട്ടികളെപ്പോലും സ്വവർഗരതിക്കും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിച്ച് ഉപദ്രവിക്കുന്ന വല്ലാത്തൊരു കാലത്താണ്, ഒരു കെട്ട കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. കർശനമായ നിയമങ്ങൾ വരേണ്ടതുണ്ട്. കുട്ടികൾ നിർഭയം ഇത് പറയേണ്ടതുണ്ട്, സംഭവിച്ച കാര്യങ്ങൾ. പക്ഷെ നമുക്കെന്ത് ചെയ്യാം? വളരെ വേദനാജനകമാണ് ഈ കാര്യങ്ങൾ. ഇനി 7 വയസ്സുള്ള കുഞ്ഞ് ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് വരയ്ക്ക് ഈ അപ്പൂപ്പൻ ഇപ്പോഴും ചത്തിട്ടില്ല, ജീവിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അടുത്ത 63 വർഷം ആ കുട്ടി തൻ്റെ ജനനേന്ദ്രിയത്തിന് സംഭവിച്ച, തൻ്റെ ശരീരത്തിന് സംഭവിച്ച വേദനയും മനസ്സിനുണ്ടായ വേദനയും ഒരു ട്രോമയിലൂടെ അല്ലാതെ ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയും. ഒരു മാനസിക വിഭ്രാന്തിയിലല്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയും. വിവാഹത്തിനോട് ആ കുട്ടിക്ക് എന്തെങ്കിലും താല്പര്യം കാണുമോ? ഒരു കുടുംബജീവിതത്തോട് താല്പര്യം കാണുമോ? ഈ സമൂഹത്തോട് താല്പര്യം കാണുമോ? പുരുഷവർഗത്തോട് താല്പര്യം കാണുമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചർച്ച ചെയ്യുക, ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക. സർക്കാരിൻ്റെ പരിപാടികൾ കൊണ്ട് മാത്രം കഴിയുമോ? സമൂഹത്തിനാകെ എന്താണ് സംഭവിക്കുന്നത്? ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുക. നമ്മുടെ മാധ്യമങ്ങളും പ്രിൻ്റ് മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാവരും വളരെ ഗൗരവമായി നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വലിയ സാമൂഹ്യ വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് കൂട്ടായി ചിന്തിക്കേണ്ടതുണ്ട്.